ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, 2026-27 കാലയളവുകളിൽ വരാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ഹാജാസ് ക്ലാസ്സസ് തന്മയത്വത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ മാസ്റ്റർ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, VFA, ബെവ്കോ ഡിഗ്രി ലെവൽ 2 പരീക്ഷകൾ, കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾ, അതേപോലെ ഫോഴ്സുമായി ബന്ധപ്പെട്ട CPO എക്സാം, WCPO എക്സാം, ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷകൾ, ഇതെല്ലാ പരീക്ഷകളും വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും പ്രയോജനപ്രദമായ ക്ലാസ്സുകളാണ് ഹാജാസ് ക്ലാസ്സസിലൂടെ മാസ്റ്റർ ക്ലാസ്സിലൂടെ നൽകുന്നത്. ഇന്ന് ആ ക്ലാസ്സിന്റെ 5ാമത്തെ ഭാഗമാണ്. ഏവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാസ്റ്റർ ക്ലാസ്സിന്റെ 4 ഘട്ടങ്ങൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിന്റെ തുടക്കമേ പറയാം, നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത് സയൻസിലെ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, കെമിസ്ട്രിയിലെ എല്ലാമാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റുകൾ. ഈ എലമെന്റുകൾ ഇന്ന് വരെ 118 എലമെന്റുകളാണ് ആധുനിക പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് 118 എലമെന്റ്സ് ഉണ്ട്. ഇനി ഈ മൂലകങ്ങളെ കൃത്യമായും വ്യക്തമായും ശക്തമായും ക്രമീകരിക്കാനുള്ള ഒരു ഉപാധിയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെ വർഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ ഒന്നാണ്, ഒരു ഉപാധിയാണ് പീരിയോഡിക് ടേബിൾ. ക്ലിയർ ആണ്? അപ്പോ നമ്മുടെ ശരീരത്തിൽ മൂലകങ്ങളുണ്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് മൂലകങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനകത്ത്, ഭക്ഷണത്തിനകത്ത്, വസ്ത്രങ്ങൾക്കകത്ത്, വാഹനങ്ങൾക്കകത്ത്, ഇന്ധനങ്ങൾക്കകത്ത് മുഴുവനും മൂലകങ്ങൾ. ഈ പ്രപഞ്ചം തന്നെ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അത്തരത്തിലുള്ള മൂലകങ്ങളെ കൃത്യവും വ്യക്തവുമായി ക്രമീകരിക്കാനും വർഗീകരിക്കാനുമുള്ള ഒരേ ഒരു ഉപാധിയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൂലകങ്ങളുടെ വർഗീകരണ ശാസ്ത്രത്തിന്, വർഗീകരണം എന്ന രീതിക്ക് ആദ്യമായി തുടക്കം കുറിച്ച വ്യക്തി, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആ വ്യക്തിയാണ് ലാവോസിയെ. അന്റോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത്. അന്റോയിൻ ലാവോസിയെ. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞനാര്? ഉത്തരം അന്റോയിൻ ലാവോസിയെ. അന്റോയിൻ ലാവോസിയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും 2ആയി വർഗീകരിച്ച വ്യക്തിയാണ് ലാവോസിയെ. അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ, അതായത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. 1789 മൂലകങ്ങളെ മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും, ശ്രദ്ധിച്ച് കേൾക്കണം, മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും 2ആയി വർഗീകരിച്ച വ്യക്തിയുടെ പേരാണ് അന്റോയിൻ ലാവോസിയെ. അദ്ദേഹത്തിന്റെ കാലഘട്ടം ആ ഒരു പീരീഡിലായിരുന്നു. 1789 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മൂലകങ്ങളെ വർഗീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം ആകെ 30 മൂലകങ്ങളാണ്. ഈ ഒരു വർഗീകരണത്തിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പരിമിതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇതിനകത്ത് മെറ്റലും നോൺ മെറ്റലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്ന മെറ്റലോയിഡുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും വലിയ പരിമിതി. സോ ദാറ്റ് വാസ് റിജക്റ്റഡ്. ദാറ്റ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് റിജക്റ്റഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ വർഗീകരണ ശാസ്ത്രത്തെ ശാസ്ത്രം പിന്തള്ളി, ശാസ്ത്രം അതിനെ മാറ്റി നിർത്തി എന്ന്. എന്നിരുന്നാൽ കൂടിയും മൂലകങ്ങളുടെ വർഗീകരണ ശാസ്ത്രം സ്കൂൾ ക്ലാസ്സുകളിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്.
മൂലകങ്ങളുടെ വർഗീകരണം. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് അന്റോയിൻ ലാവോസിയെ തന്നെയാണ്. +1 പഠിക്കാനുണ്ട്, +2 പഠിക്കാനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. എന്താ? മൂലകങ്ങളുടെ വർഗീകരണത്തെ കുറിച്ച്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് അന്റോയിൻ ലാവോസിയാണ്. അദ്ദേഹം ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അന്ന് മൂലകങ്ങളെ വർഗീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 30 എണ്ണം. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അവയെ രണ്ടായി തരംതിരിച്ചു. അതിനകത്ത് ഉപലോഹങ്ങൾ എന്ന് പറയുന്ന, മെറ്റലോയിഡുകൾ എന്ന് പറയുന്ന, നമ്മൾ ഇന്ന് സിലിക്കൺ എന്നും ജെർമേനിയം എന്നൊക്കെ പറയുന്ന എലമെന്റുകൾ ഉണ്ടല്ലോ, മെറ്റലോയിഡുകളുടെ വർഗത്തിൽപ്പെട്ട അത്തരത്തിലുള്ള ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വർഗീകരണം റിജക്ട് ചെയ്യപ്പെട്ടു എന്ന്. അന്റോയിൻ ലാവോസിയയ്ക്ക് ശേഷം മൂലകങ്ങളെ വർഗീകരിക്കാൻ വന്ന ആളിന്റെ പേരാണ് ഡൊബെറൈനർ. ഡൊബെറൈനർ മൂലകങ്ങളെ വർഗീകരിക്കുന്നത് സമാന ഗുണങ്ങൾ കാണിക്കുന്ന, ഒരേപോലെ ഗുണങ്ങൾ കാണിക്കുന്ന മൂലകങ്ങളെ 3 മൂലകങ്ങളെ ചെറു ഗ്രൂപ്പുകളാക്കി ഇങ്ങനെ ഒരു കോളത്തിനകത്തേക്ക് അറേഞ്ച് ചെയ്തു. അപ്പോ ഒരേപോലെ സ്വഭാവം കാണിക്കുന്ന 3 മൂലകങ്ങളെ ഒരു കോളത്തിനകത്ത് എഴുതി. വെറുതെ എഴുതുകയല്ല, അതിനകത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് ആദ്യം വരുന്ന മൂലകത്തിന്റെ അറ്റോമിക് മാസും മൂന്നാമത് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക് മാസും, ഒന്നാമത് ആരെയാ എഴുതിയിരിക്കുന്നത്? ലിഥിയം. അറ്റോമിക് മാസ് എത്രയാ? 7. മൂന്നാമത് ആരെയാ എഴുതിയിരിക്കുന്നത്? പൊട്ടാസ്യം. അറ്റോമിക് മാസ് എത്രയാ? 39. കൂട്ടുമ്പോഴോ 46. അതിന്റെ പകുതിയോ 23. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23. സോ ഹി അറേഞ്ച്ഡ് സോഡിയം ഇൻ ബിറ്റ്വീൻ ലിഥിയം ആൻഡ് പൊട്ടാസ്യം. ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഇടയിലാണ് സോഡിയത്തെ അദ്ദേഹം പ്ലേസ് ചെയ്തത്. എന്തുകൊണ്ടാ സോഡിയത്തെ പ്ലേസ് ചെയ്യാൻ കാരണം? സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അറ്റോമിക് മാസിന്റെ ശരാശരി ആയിരുന്നത് കൊണ്ട്. ഇതേ രീതിയിലാണ് അടുത്തതും. ക്ലോറിന്റെയും അയഡിന്റെയും അറ്റോമിക് മാസിന്റെ ഏകദേശ ശരാശരിയാണ് ബ്രോമിന്റെ അറ്റോമിക് മാസ്. ഇങ്ങനെ മൂലകങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിച്ച ആളിന്റെ പേരാണ് ഡൊബെറൈനർ. എന്നിട്ട് ഇതിനകത്ത് നിന്ന് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഒരു രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയഡ് എന്ന് പറയും. ട്രയഡ് അല്ലെങ്കിൽ ത്രികങ്ങൾ. മൂലകങ്ങളെ 3 എണ്ണം വീതം ഒരു കോളത്തിലായി ചെറു ഗ്രൂപ്പുകളാക്കി ക്രമീകരിച്ച ഡൊബെറൈനറിന്റെ ഈ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ട്രയഡ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു ബോക്സിനകത്ത് 3 എലമെന്റ് വരും. അതിൽ നടുക്ക് വരുന്ന എലമെന്റിന്റെ അറ്റോമിക് മാസ് മറ്റു 2 പേരുടെയും ആവറേജ് ആയിരിക്കും. ലിഥിയം 7, പൊട്ടാസ്യം 39, കൂട്ടിയിട്ട് പകുതി എടുത്താൽ സോഡിയം കിട്ടും എന്ന്. പക്ഷേ ഈ ഒരു ഡൊബെറൈനറിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷന്, ഈ ഒരു വർഗീകരണത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്താണ് ആ കുഴപ്പം? അദ്ദേഹത്തിന്റെ വർഗീകരണത്തിലുണ്ടായിരുന്ന ഒരു കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വളരെ കുറച്ച് മൂലകങ്ങളെ മാത്രമേ ക്രമീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലാവോസിയെ മൂലകങ്ങളെ ക്രമീകരിക്കുമ്പോൾ 30 എലമെന്റ് ആയിരുന്നു. ഏകദേശം അത്രത്തോളം അടുപ്പിച്ച് മൂലകങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 36 എനിക്ക് തോന്നുന്നു 36 ആണെന്ന് തോന്നുന്നു. 36 എലമെന്റുകളാണ് ഡൊബെറൈനറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ അത്രയും എലമെന്റുകളെയും ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷന് വിധേയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇവിടെ ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒരു ഗ്രൂപ്പിൽ വന്നതുപോലെ, നേരത്തെ ക്ലോറിനും അയഡിനും ബ്രോമിനും ഒരു ഗ്രൂപ്പിൽ വന്നതുപോലെ, അന്നുണ്ടായിരുന്ന 36ഓളം മൂലകങ്ങളെയും ഇത്തരത്തിൽ വർഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വർഗീകരണ ശാസ്ത്രം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ മാറ്റി നിർത്തി. അപ്പോ ഒരാൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പറയാറുണ്ട്, പ്രിൻസിപ്പളിനോട് പറയും, സാർ അയാൾ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ പുതിയ ആൾ വരും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ലാവോസിയുടെ വർഗീകരണം ശരിയാകാത്തപ്പോഴാണ് ഡൊബെറൈനർ വന്നത്. ഡൊബെറൈനറിന് ശേഷം അടുത്ത ആൾ വരുന്നു. അയാളുടെ പേരാണ് ന്യൂലാൻഡ് എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1865 സയൻസിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയപ്പെടുന്ന നിയമം, അഷ്ടക നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയും. അതായത് മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് ന്യൂലാൻഡ്. ഓക്കെ, അപ്പോ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അഷ്ടക നിയമം കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് ന്യൂലാൻഡ്. അതായത് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ
എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയ ആളാണ്. മൂലകങ്ങളെയെല്ലാം അവരുടെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതി. നമുക്കത് കാണാം എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പൊ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോ എട്ടാമത് വരുന്ന മൂലകം ഒന്നാമത് വരുന്ന മൂലകത്തിന്റെ സമാന സ്വഭാവം പ്രകടമാക്കുന്നു എന്ന് അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷന് കൊടുത്ത പേരാണ് അഷ്ടക നിയമം എന്നും. നമുക്ക് നോക്കാം, അന്ന് ആ ഒരു സമയത്ത് ന്യൂലാൻഡിന്റെ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പീരിയോഡിക് ടേബിളിൽ, അദ്ദേഹത്തിന്റെ ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 56. അത് ഒരു ചെറിയ തെറ്റുണ്ട് അതിനകത്ത്. അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളാണ് 56. ആ 56 മൂലകങ്ങളെയും അദ്ദേഹത്തിന് ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് പഠിക്കേണ്ടത്, അതാണ് ശരിയായ രീതി. അദ്ദേഹം ഇങ്ങനെയാണ് എലമെന്റുകളെ അറേഞ്ച് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ വേറൊരു രീതിയിലാണ് അത് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും 56 എന്ന നമ്പർ നമ്മൾ ഓർത്തു വെക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ഒന്നാമത്തെ എലമെന്റായി നിങ്ങൾ ലിഥിയം കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 7 8 കണ്ടോ, എട്ടാമത് വരുന്ന മൂലകം സോഡിയമാണ്. ഇപ്പൊ ഇതിനെയാണ് നിങ്ങൾ ഒന്നൊന്ന് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഫോസ്ഫറസ് എട്ടാമത് വരുന്നതാണ്. നിങ്ങൾ കാർബണിനെയാണ് ഒന്നൊന്ന് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്നത് എട്ടാമത് വരുന്ന എലമെന്റ് ആണ്. അപ്പോ ഒന്നാമത്തെ എലമെന്റും എട്ടാമത്തെ എലമെന്റും ഒരേ ക്യാരക്ടർ കാണിക്കും എന്നതാണ് ഈ ഒരു ക്രമീകരണത്തിന്റെ പ്രത്യേകത. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിലും പറയാം. ഇത് കാർബൺ സായാണ്, ഇത് രീ ആണ്, ഇത് ഗായാണ്, ഇത് മാ, ഇത് പ, ഇത് ധ, ഇത് നീ, ഇത് സ. അപ്പൊ സായും ഒരേ സ്ഥലത്ത്. നമ്മുടെ സപ്തസ്വരങ്ങൾ, അപ്പൊ ഇത് മ്യൂസിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ പോലെ തോന്നുന്നു അല്ലെ? ആണ്. അങ്ങനെ അഷ്ടക നിയമത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ അഷ്ടക നിയമം എന്ന് പറയുന്ന ഒരു നിയമത്തെ മൂലകങ്ങളുടെ വർഗീകരണത്തിലേക്ക് കൊണ്ടുവന്ന് രസതന്ത്രത്തിന് പുതിയൊരു വഴിത്തിരിവ് സമ്മാനിച്ചു കടന്നുപോയത് ആരെന്ന് ചോദിച്ചാൽ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് തന്നെയാണ്. വർഷം ഓർമ്മയുണ്ട്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ശ്രദ്ധിക്കണം, ഇതിന് ശേഷം അവിടെയും പ്രശ്നമുണ്ടായിരുന്നു. അന്ന് അറിയപ്പെട്ടിരുന്നു, അതങ്ങനെയാണ് +1 പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 56 എലമെന്റുകൾ ന്യൂലാൻഡിന്റെ ടേബിളിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. 56 എലമെന്റുകൾ അന്ന് അറിയപ്പെട്ടിരുന്നു. ഓക്കെ, പക്ഷെ ന്യൂലാൻഡ് ക്രമീകരിച്ചത് കാൽഷ്യം വരെയുള്ള എലമെന്റുകളാണ്. ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് പറയാൻ പോകുന്നത്, അന്ന് അറിയപ്പെട്ടിരുന്ന മുഴുവൻ എലമെന്റുകളെയും ന്യൂലാൻഡിന് ഈ അഷ്ടക നിയമത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വന്നപ്പോൾ കൃത്യമായ ഒരു എലമെന്റുകളുടെ ക്രമീകരണം ഇതുവരെയും വന്നില്ല. ലാവോസിയെ വന്ന മൂലകങ്ങളെ ആദ്യമായി വർഗീകരിക്കുന്നു. അതിനകത്തും കുഴപ്പമുണ്ടായിരുന്നു. ഡൊബൈറൈനർ വരുന്നു. ഡൊബൈറൈനറും വന്നിട്ട് ഇതേപോലെ ക്ലാസിഫിക്കേഷൻ നടന്നു. പക്ഷേ ട്രയഡ്സ് എന്ന് പറയുന്ന നിയമം എല്ലാ മൂലകങ്ങളിലും പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അടുത്ത ന്യൂലാൻഡ് വരുന്നു. ന്യൂലാൻഡിനും ഇതൊന്നും പറ്റുന്നില്ല അല്ലെ? അങ്ങനെ പോയി. പക്ഷെ ഇവിടെ എല്ലാം PSCയുടെ ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിരുന്ന PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചതാര്? എങ്ങനെ വർഗീകരിച്ചു? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. എന്തായിരുന്നു അതിനകത്തെ കുഴപ്പം? ഉപലോഹങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടില്ല എന്നതായിരുന്നു കുഴപ്പം. എന്നാൽ ഡൊബൈറൈനറിന്റെ ക്ലാസിഫിക്കേഷൻ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ചത് ഡൊബൈറൈനറാണ്. ത്രികങ്ങൾ എന്ന നിയമം കൊണ്ടുവന്നത് ഡൊബൈറൈനറാണ്. അന്ന് അറിയപ്പെട്ടിരുന്ന മുഴുവൻ എലമെന്റുകളെയും അതുപോലെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉപലോഹങ്ങളെ ക്രമീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഡൊബൈറൈനർ ലാവോസിയിൽ നിന്നും ഡൊബൈറൈനറിലേക്ക് എത്തിയത്. ഡൊബൈറൈനറിൽ നിന്നും ന്യൂലാൻഡ് വരുമ്പോൾ 56 എലമെന്റുകൾ. മൂലകങ്ങളെ അവരുടെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തു. എട്ടാമത്തെ എലമെന്റ് ഒന്നാമത്തെ എലമെന്റിന്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു എന്ന അഷ്ടക നിയമം സമ്മാനിച്ച് എല്ലാ എലമെന്റുകളിലും അഷ്ടക നിയമം അപ്ലൈ ചെയ്യാൻ കഴിയാതെ ന്യൂലാൻഡ് വിഷമിച്ചപ്പോഴാണ് ദിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന റഷ്യക്കാരനായ ഒരു സയന്റിസ്റ്റ് വരുന്നത്. അദ്ദേഹത്തിൻ്റെതാണ് ഗ്രൂപ്പ് പീരീഡ് എന്ന് പറയുന്ന 2 വാക്കുകൾ.
ഗ്രൂപ്പ് പീരീഡ് നമ്മൾ സാധാരണ കുട്ടികൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കാണ് ഗ്രൂപ്പ് പീരീഡ്. ഈ വാക്കുകൾ ആദ്യമായി, ഈ പദങ്ങൾ ആദ്യമായി രസതന്ത്രത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് മെൻഡലീവ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് ദിമിത്രി മെൻഡലീവ് എന്നാണ്, ഹെൻറി മോസ്ലി എന്നല്ല. അപ്പൊ ഹെൻറി മോസ്ലി ആരാണ്? മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് ആര്? ഹെൻറി മോസ്ലി. എന്നാൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അത് ദിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന റഷ്യക്കാരനാണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചതും അദ്ദേഹമാണ്. ക്രമാവർത്തന നിയമം, അതായത് പീരിയോഡിക് ലോ കൊണ്ടുവരുന്നതും അദ്ദേഹമാണ്. അതായത് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതാണ് പീരിയോഡിക് ടേബിളിന്റെ ലോ, ക്രമാവർത്തന നിയമം എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വെച്ചപ്പോ ഒരേപോലെ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെല്ലാം ഒരേ ഗ്രൂപ്പിൽ തന്നെ വരുന്നുണ്ട്. അതിനെയാണ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. പീരിയോഡിക് ലോ എന്താ പറയുന്നത്? അറ്റോമിക മാസ്, ഓരോ എലമെന്റിനും അറ്റോമിക മാസ് ഉണ്ട്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ, അസെൻഡിങ് ഓർഡറിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തപ്പോൾ ഒരേ സ്വഭാവമുള്ള എലമെന്റുകൾ ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നു എന്നതിനെയാണ് നമ്മൾ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇതാ കണ്ടോ, നോക്കൂ, ഇവിടെ ഈ ഓക്സിജൻ, സൾഫർ, ക്രോം, ഇതാണോ, ഈ കാണുന്ന എലമെന്റുകളെല്ലാം ഒരേ സ്വഭാവമുള്ളവരാണ്. ഇതായിരുന്നു അന്നത്തെ റഷ്യക്കാരനായ ദിമിത്രി മെൻഡലീവ് കൊണ്ടുവന്ന പീരിയോഡിക് ടേബിൾ. ഇവിടെ അലൂമിനിയം എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അലൂമിനിയത്തിന്റെ സ്വഭാവങ്ങൾ ബോറോണിനെ പോലെയാണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇത് അറ്റോമിക് മാസ് കൂടുന്ന ക്രമത്തിലാണ് എലമെന്റുകളെ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഇടത്തു നിന്ന് വലത്തോട്ട്. പക്ഷേ ഒരേ സ്വഭാവമുള്ള എലമെന്റുകൾ ഒരു ഗ്രൂപ്പിൽ വരും. നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഒരേ ക്യാരക്ടറാണ്. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ ഒരേ സ്വഭാവമാണ്. ഒരേ സ്വഭാവമുള്ളവർ ഒരേ ഗ്രൂപ്പിൽ വരും. ഈ ഒരു നിയമമാണ് പീരിയോഡിക് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്, പീരിയോഡിക് ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ രചയിതാവ് ഈ റഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ദിമിത്രി മെൻഡലീവ് എന്നാണ്. ആ ദിമിത്രി മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനകത്ത് ഉണ്ടായിരുന്ന എലമെന്റുകൾ, അതായത് ദിമിത്രി മെൻഡലീവ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയപ്പോൾ കൃത്യമായ ഒരു പീരിയോഡിക് ടേബിൾ, ഇന്ന് വരെയും മൂലകങ്ങളെ ക്രമീകരിച്ചവരുടെ ആ ക്രമീകരണത്തെ പീരിയോഡിക് ടേബിൾ എന്ന് പറയാൻ പറ്റിയില്ല. വെറുതെ ഒരു ടേബിൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ പീരിയോഡിക് ടേബിൾ എന്ന് സമഗ്രമായ ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് അത് മെൻഡലീവ് ആണ്. ആ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനകത്തുണ്ടായിരുന്ന എലമെന്റുകളുടെ എണ്ണം 63. 63 elements were arranged by by Dimitri Mendeleev. So 63 elements were present in Mendeleev's periodic table. So the total number of elements in Mendeleev's periodic table, that was 63. അത് 63 ആയിരുന്നു. 63 എലമെന്റുകളാണ് ആ ഒരു ടേബിളിനകത്ത്, പീരിയോഡിക് ടേബിളിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ആണല്ലോ നമ്മൾ ഇന്ന് സ്കൂളിലെ പിള്ളേരൊക്കെ കൊണ്ടുപോകുന്നത്, അല്ലെ? നമ്മൾ പഠിച്ചതും ഒക്കെ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്നതും മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അത് ഒരിക്കലും മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ അല്ല. മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാകാൻ കാരണം, ഇന്ന് കാണുന്ന സമഗ്രമായ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാകാൻ കാരണം മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടാണ് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ആള് ആ റെഫറൻസ് വെച്ചിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളും ഈ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് മൂലകങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ എലമെന്റുകളെ അടുക്കി വെച്ചിരിക്കുന്നത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല. ഓക്കെ, അപ്പോ ഇതാണ് ഇവരുടെ ടേബിളുകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി മെൻഡലീവിന്റെ ആവർത്തന പട്ടിക. അപ്പോ 1869 മൂലകങ്ങളുടെ വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കി പീരിയോഡിക് ടേബിൾ എന്ന് പേര് കൊടുത്തത് ഇദ്ദേഹമാണ്.
ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിനകത്ത് നിയമമാണ് പീരിയോഡിക് ലോ അല്ലെങ്കിൽ പീരിയോഡിക് ലോ. പീരിയോഡിക് ലോ എന്ന് പറയുന്നത് ക്രമാവർത്തന നിയമം എന്നറിയപ്പെടുന്നു. എന്താണ് അത് പറയുന്നത്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. The physical and chemical properties of elements are the periodic repetition of their atomic mass എന്ന്. ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറയുന്ന നിയമമാണ് പീരിയോഡിക് ടേബിള്, മെൻഡലീവിന്റെ പീരിയോഡിക് ലോ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു പ്രത്യേകത, ഒരേ സ്വഭാവമുള്ളവർ ഒരേ ഗ്രൂപ്പിൽ വന്നു, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവർ ഒരേ ഗ്രൂപ്പിൽ വന്നു. ഇനി കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും മെന്റലീവിന് അറിയാം ഭാവിയിൽ ഇനിയും എലമെന്റുകൾ കണ്ടുപിടിക്കപ്പെടും. അലൂമിനിയം പോലൊരു എലമെന്റ് വരും. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അലുമിനിയത്തിന്റെ ആ ഒരു കോളത്തിന്റെ താഴെ എക്ക അലുമിനിയം എന്ന പേര് ഇട്ടുകൊണ്ട് ഒരു കോളം ഒഴിച്ചിട്ടു. ഭാവിയിൽ അവിടെ ഒരു എലമെന്റ് വന്നു. അതുപോലെ തന്നെ സിലിക്കണെ കുറിച്ച് പഠിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി സിലിക്കണെ പോലൊരു എലമെന്റ് വരും. അപ്പൊ അയാള് സിലിക്കൺ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ അറേഞ്ച് ചെയ്ത കോളത്തിന്റെ താഴെ ഒരു കോളം ഒഴിച്ചിട്ടു. അയാൾക്ക് മനസ്സിലായി ഫ്യൂച്ചറിൽ ഇതേപോലെ പുതിയ പുതിയ എലമെന്റ് വരുമ്പോ ആൾക്കാർക്ക് ഇതിനകത്ത് ഈ ഒരു പീരിയോഡിക് ടേബിളിനകത്ത് ഇതിനെ വെക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അങ്ങനെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങളായിരുന്നു. ഇത് ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും വലിയൊരു മേന്മയാണ്. രണ്ടാമത് വേറൊരു മേന്മ, അന്ന് വരെ പല എലമെന്റുകളുടെയും അറ്റോമിക് മാസ് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ മെന്റലീവ് അതെല്ലാം ശരിയാക്കി, അതെല്ലാം കറക്റ്റ് ചെയ്തു. തെറ്റായി രേഖപ്പെടുത്തില്ല. ബെർലിയത്തിന്റെ അറ്റോമിക് മാസ് തെറ്റായിട്ടാണ് അന്ന് വരെ രേഖപ്പെടുത്തി, അത് ശരിയാക്കി. അതുപോലെ 1-2 എലമെന്റുകളുടെ അറ്റോമിക് മാസ് ക്രമം തെറ്റിക്കിടന്നതിനെ അത് ശരിയാക്കി. അപ്പോഴത്തേക്കും ആ ഒരു പീരിയോഡിക് ടേബിളിന് കുറച്ചുകൂടി വിശ്വാസത, റിലയബിലിറ്റി വന്നു. അതുപോലെ മെന്റലീവ് പീരിയോഡിക് ടേബിളിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ പറഞ്ഞല്ലോ. ഒരേ ഗ്രൂപ്പിൽ ഒരേപോലത്തെ എലമെന്റുകൾ വന്നു. പിന്നെ എന്താ പറഞ്ഞത്? പുതുതായി കണ്ടുപിടിക്കേണ്ട എലമെന്റുകൾക്ക് കുറച്ച് കോളങ്ങളൊക്കെ ഒഴിയിട്ടു. അതുപോലെ തന്നെ അറ്റോമിക് മാസ് തെറ്റായിരുന്ന എലമെന്റുകൾ ശരിപ്പെടുത്തി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മെരിറ്റ് ആണ്, അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മെരിറ്റ് ആണ്. പക്ഷെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ഹൈഡ്രജന് ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? ഹൈഡ്രജന് വ്യത്യസ്തമായ മൂലകങ്ങളുമായി സാമ്യതയുണ്ട്. ഹൈഡ്രജന് ഒന്നാമത്തെ ഗ്രൂപ്പിൽ, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ തന്നെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം എന്ന് പറയുന്ന എലമെന്റുകളുമായിട്ടും സാമ്യതയുണ്ട്. അതേപോലെ ഹാലജൻസ് എന്നറിയപ്പെടുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ അവരുമായിട്ട് സാമ്യതയുണ്ട്. ഒരേ എലമെന്റിന് 2 വ്യത്യസ്ത ഗ്രൂപ്പിലുള്ള എലമെന്റുകളുമായി സാമ്യതയുണ്ടെങ്കിൽ ഹൈഡ്രജന് ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ മനുഷ്യരായിട്ടുള്ള ആർക്കും പറ്റത്തില്ല. സോ മെന്റലീവിനും അത് പറ്റിയില്ല. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു കഴിവുകേട്, ഒരു ലിമിറ്റേഷൻ അതായിരുന്നു. അതേപോലെ ഹൈഡ്രജൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. അതുകൊണ്ട് ഹൈഡ്രജനെ കൊണ്ടുപോയി ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന ലോഹങ്ങളുടെ കൂടെയാണ് ഈ ഒരു ഹൈഡ്രജനെ വെച്ചത്. ഹൈഡ്രജൻ ആരാ? അലോഹം. അപ്പൊ ലോഹങ്ങളുടെ കൂടെ അലോഹം വെച്ചു എന്ന പരാതിയായി. അപ്പൊ ഹൈഡ്രജൻ എവിടെയെങ്കിലും വെക്കണമല്ലോ. ഒന്നുകിൽ നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ ഹാലജന്റെ കൂടെ വെക്കണം. ഹൈഡ്രജന് കൂടുതലും ഒന്നാമത്തെ ഗ്രൂപ്പിൽ വെക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ വെച്ചത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാവരും മെറ്റലാണ്, ഹൈഡ്രജൻ നോൺ മെറ്റലാണ്. ഇനി ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ, അതായത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്താണ്? സാധാരണ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ ഒരേപോലത്തെ എലമെന്റുകളാണ് വരേണ്ടത്. ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയപ്പോ ഒരേ ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും അത് പാലിക്കപ്പെട്ടില്ല. ചില സ്ഥലങ്ങളിലാണ്, മൊത്തം അങ്ങനെ പാലിക്കപ്പെട്ടില്ലെന്നല്ല, ചില ഗ്രൂപ്പുകളിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവരും ആ ഗ്രൂപ്പിലോട്ട് കയറി വന്നു. ഓക്കെ. അതേപോലെ സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന മൃദുലോഹങ്ങൾ, സോഡിയം, പൊട്ടാസ്യം ഒക്കെ സോഫ്റ്റ് മെറ്റലാണ്. അതിന്റെ കൂടെ ഹാർഡ് മെറ്റലായിട്ടുള്ള കോപ്പറും സിൽവറും ഒക്കെ ആ ഒരു ഗ്രൂപ്പിലോട്ട് കയറി വന്നു എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു പരാതികൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി മൂലകങ്ങളെ നമ്മളൊരു പീരിയോഡിക് ടേബിളിൽ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രതീകങ്ങൾ കൊടുക്കാറുണ്ട്. ഈ പ്രതീകങ്ങൾ കൊണ്ടുവന്ന ആളിന്റെ പേര് ബെർസീലിയസ് എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ ഹൈഡ്രജന് H, അലുമിനിയത്തിന് Al, ഹീലിയത്തിന് He, സിലിക്കണ് Si, അലുമിനിയത്തിന് Al, ഇതൊക്കെയാണ് കൊടുക്കുക.
ഓക്കെ, ഒരു മൂലകത്തിന്റെ ഒരു പ്രതീകം ഒരു ആറ്റത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ Al എന്ന് അതിനകത്ത് കണ്ടാൽ അലൂമിനിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ ഒരു ആറ്റമാണ്, ഒരു ആറ്റത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണ്? ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്, അത് പഠിക്കുക. അപ്പം ഇപ്പൊ പ്രധാനപ്പെട്ട 3-4 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ലാവോസിയുടേത് പറഞ്ഞു, ഡൊബെറൈനർ പറഞ്ഞു, ന്യൂലാൻഡ് പറഞ്ഞു, മെന്റലിയോ പറഞ്ഞു. ഇത്രയും പക്കയായിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനിടയിൽ വേറെയും 1-2 ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് വളരെ പ്രാധാന്യമില്ലാത്ത 1-2 പേര് വന്നു. പക്ഷെ PSCക്ക് അത് വളരെ പ്രാധാന്യമാണ്. അയാളുടെ പേരാണ് ലോതർ മേയർ, ജൂലിയസ് ലോതർ മേയർ. അതായത് മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഗ്രാഫ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇത് നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ സയൻസ് അതിനെ അംഗീകരിച്ചില്ല. ഇയാളുടെ പേരാണ് ലോതർ മേയർ. അതുപോലെ ഡി ചാൻ കർട്ടോയിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളും ഇതുപോലൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിനെ ഹെലിക്കൽ മോഡൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. എലമെന്റുകളെല്ലാം ഹെലിക്കൽ മാതൃകയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത ഒരാളാണ് ഡി ചാൻ കർട്ടോയിസ്. ആ പേര് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ലോതർ മേയറുടെ പേരും പറയുന്നുണ്ട്. മേജറായിട്ട് പറയത്തക്ക പ്രത്യേകതകളൊന്നും ഇല്ല ലോതർ മേയറിന്റെയിലും കർട്ടോയിസിന്റെയിലും. പക്ഷേ അവര് ഈ ക്ലാസിഫിക്കേഷനുമായി ബന്ധമുള്ള വ്യക്തികളാണെന്നും അവരുടെ ക്ലാസിഫിക്കേഷന്റെ ചെറിയൊരു പ്രത്യേകതയും പഠിക്കണം. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്പ്രിങ് പോലെ. അങ്ങനെയുള്ള സ്പ്രിങ് പോലെയുള്ള ആ ഒരു ഹെലിക്കലിനകത്ത് എലമെന്റുകളെ അറ്റോമിക് മാസ് അനുസരിച്ച് ക്രമപ്പെടുത്തിയ ആളാണ് ആര്? കർട്ടോയിസ്. എന്നാൽ ഗ്രാഫിനകത്ത് എലമെന്റുകളുടെ അറ്റോമിക് മാസിനെ അതിന്റെ തിളനിലയും വോളിയവും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ 2 ആക്സിസ് ഇല്ലേ? ഒരു ആക്സിസിൽ അറ്റോമിക് മാസും ഒരു ആക്സിസിൽ അറ്റോമിക് വോളിയവും വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളിന്റെ പേരാണ്, വർഗീകരണം നടത്തിയ ആളിന്റെ പേരാണ് ലോതർ മേയർ. അപ്പോൾ അത് മറന്നു പോകരുത്. ഇനി നമുക്ക് പറയാനുള്ളത്, എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവരുടെ ഇലക്ട്രോണുകൾ, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. അതായത് ഇപ്പം അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ്. 1ാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2ാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 3ാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ. കെമിസ്ട്രി കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി അലൂമിനിയം എന്ന് എഴുതുമ്പോൾ അലൂമിനിയത്തിൽ 1, 2, 3 ഇങ്ങനെ 3 ഇലക്ട്രോണുകളെ ഡോട്ട് ഇട്ട് കാണിക്കും. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെയാണ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കുന്നത്. ഈ രീതി കൊണ്ടുവന്ന ആളിന്റെ പേരാണ് ലൂയിസ്. ഇതിനെ ലൂയിസ് ഡോട്ട് സിമ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ലൂയിസ് ഡോട്ട് സിമ്പൽ എന്നാണ്. ഇന്ന് ഈ ഒരു ക്ലാസ് മോഡേൺ പീരിയോഡിക് ടേബിളിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. മാസ്റ്റർ ക്ലാസ് കൃത്യമായി കണ്ടുപോവുക. അടുത്ത് നമ്മൾ ഈ കെമിസ്ട്രി വരുമ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആയിരിക്കും എടുക്കുന്നത്. വളരെ സമഗ്രമായി നമ്മൾ അതിനെ പഠിപ്പിച്ചു തീർക്കും. ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതോടൊപ്പം ഇതുവരെയുള്ള ഈ 5 ക്ലാസിന്റെയും മാസ്റ്റർ ക്ലാസ് 5 എണ്ണത്തിന്റെയും ഒരു പരീക്ഷയായിരിക്കും അടുത്ത് വരുന്നത്. അത് നിങ്ങൾ നിർബന്ധമായും എഴുതിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം നമ്മൾ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണണം. നന്നായി പഠിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പഠിക്കുക. ജോലി കിട്ടും, ഉറപ്പായിട്ട് ജോലി കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.